വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ബിൽ പാസായിട്ട് ചർച്ച ചെയ്യാമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമെന്ന് എ കെ ബാലൻ. UDF സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്നും 2026-27 ബജറ്റിന്റെ അവതരണത്തിന്റെ നിയമപരമായ അസ്തിത്വം നഷ്ടപ്പെട്ടതാണെന്നും എ കെ ബാലൻ പറഞ്ഞു. മന്ത്രി KM ഷാജിക്കെതിരെയും എ കെ ബാലൻ രംഗത്തെത്തി. പഴയ ഗവൺമെന്റ് പാസാക്കിയതിൻ്റെ ഭാഗമായി ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രസക്തിയില്ല. മാത്രവുമല്ല, മറ്റ് സബ്ജക്റ്റ് കമ്മിറ്റികളെ പോലല്ല നമ്പർ 8 ഡിമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധനകാര്യ ബില്ലിനെ തുടർന്നുള്ള ഡിമാൻഡ് ചർച്ചയുടെ ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റി. ആ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വരാതെ ഇത് അവതരിപ്പിക്കാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഈ ധനബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് നയം പ്രഖ്യാപിക്കുന്നത് വരെ ഈ ധനബിൽ മാറ്റിവെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ വരാത്ത വിഷയത്തിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ബജറ്റ് നിർദ്ദേശം ഗവർണറെ കൂടി അപമാനിക്കുന്നതാണെന്നും എ കെ ബാലൻ പറഞ്ഞു. നയം പ്രഖ്യാപിക്കുന്നതുവരെ ധനബിൽ അവതരിപ്പിക്കുന്നത് മാറ്റിവെക്കണം. ധനബിൽ അവതരിപ്പിച്ചാൽ ബജറ്റ് പാസ്സാകും, പിന്നെ ഭേദഗതി ചെയ്യാനാകില്ല. UDF സൂത്രപ്പണി ചെയ്യുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു. ബഡ്ജറ്റിൻ്റെ അവതരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള അസ്തിത്വം നഷ്ടപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ വരാത്ത ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് നിർദ്ദേശം ഗവർണറെ കൂടി അപമാനിക്കുന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയും അനുബന്ധമായ നികുതി നിർദ്ദേശവും UDFിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ധനബിൽ ഈ 1-ാം തീയതി, ജൂലൈ മാസം 1-ാം തീയതി അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം പിൻവലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചയെ തുടർന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വ്യക്തമാക്കിയതാണ് UDF മദ്യനയം പ്രഖ്യാപിക്കുമെന്ന്. അപ്പോൾ UDFിൻ്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ധനസംബന്ധമായിട്ടുള്ള ശുപാർശ നിയമസഭയിൽ വരാൻ പോകുന്നത്. മന്ത്രി KM ഷാജിക്കെതിരെയും എ കെ ബാലൻ രംഗത്തെത്തി. ഷാജിക്ക് നല്ല മാറ്റമുണ്ട്, അത് UDFിന് അനുകൂലമല്ല, മറിച്ച് BJPക്ക് അനുകൂലമാണെന്നും എ കെ ബാലൻ കടന്നാക്രമിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പണിയുന്ന വീടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമടങ്ങുന്ന എംബ്ലം പതിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം KM ഷാജി പറഞ്ഞിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു എ കെ ബാലൻ. UDF BJPക്കും RSSനും അടിമപ്പെടുന്നുവെന്നും കേന്ദ്രത്തിനെതിരെ KM ഷാജിയും UDFും ഒന്നും പറയില്ല എന്നും പറഞ്ഞ ബാലൻ, മതമാണ് പ്രശ്നം എന്നത് മാത്രം ഇനി ഭേദഗതി ചെയ്താൽ മതിയെന്നും പരിഹസിച്ചു. പിണറായി സംഘികളുടെ ആളാണെന്ന് പ്രചരിപ്പിച്ചു. ഷേക്സ്പിയർ കൃതിയിലെ പ്രതികാര ദേവതയെപ്പോലെ അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ UDFന് ലഭിക്കുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.